നമസ്കാരം. മലേഷ്യയിലെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസമാണ്. മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂർ സിറ്റിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ഉച്ചക്കാണ് ഞങ്ങൾ എത്തിയത്. ആ സമയത്ത് നല്ല വെയിലായിരുന്നു. ഒരു വൈകുന്നേരത്ത് ഓരോ കാഴ്ചകളിലേക്ക് ഇറങ്ങാമെന്ന് കരുതി. ഇപ്പം 4:30 ഇപ്പം ഇവിടെ നല്ല മഴയാണിതാ, മഴക്കാറ് വീണ്ടും ഉണ്ട്. ഞങ്ങൾ കോലാലംപൂരിൽ താമസിക്കുന്ന ഹോട്ടൽ ഇതാ ഇവിടെയാണ്, ലിയോ ലേഷ്യർ ഹോട്ടൽ. ഇതൊരു 2 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ ഞങ്ങൾ 4 ദിവസമാണ് താമസിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു കോലാലംപൂരിൽ ഒരുപാട് അട്രാക്ഷനുകളുണ്ട്. അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കെട്ടിടങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഓരോ കാഴ്ചകളിലേക്കുമാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങുന്നത്. ഹോട്ടലിൻ്റെ ഭാഗത്ത് തന്നെ ഒരു നല്ലൊരു സ്ട്രീറ്റ് ഉണ്ട്. അങ്ങ് ദൂരേക്ക് കാണുന്ന അവിടെയാണതാ മലേഷ്യയുടെ ഫ്ലാഗ്, അതവിടെയുണ്ട്. പിന്നെ ഇവിടുത്തെ വൃത്തിയൊക്കെ അടിപൊളിയാണ്. ഇത് 1 വേ ആണ്. അതായത് ഞങ്ങൾ റൂം എടുത്ത ഭാഗം സെൻട്രൽ മാർക്കറ്റിൻ്റെ ആ ഒരു അടുത്ത് തന്നെയാണ്. റൂമിൽ പോയി കുടയെടുത്ത് പുറത്തിറങ്ങുമ്പോഴിതാ നല്ല വെയിൽ വന്നു. അതെപ്പോഴും അങ്ങനെ ഉണ്ടാവുള്ളൂ. കുടയെടുക്കാതെ പുറത്ത് വന്നാൽ നല്ല മഴയും, കുടയെടുത്ത് വന്നാൽ മഴയുണ്ടാവില്ല. അതെന്താ നവ്യ അങ്ങനെ ഒരു സംഭവം? അത് പണ്ട് മുതലേ ഒരു സംഭവമാണ്. ഇതാ ഇവിടെ മുതൽ സെൻട്രൽ മാർക്കറ്റിൻ്റെ ഒരു ഭാഗങ്ങൾ തുടങ്ങി കേട്ടോ. 2 ഭാഗത്തും കടകളാണ്, ഡ്രസ്സുകളുണ്ട്, പിന്നെ ചെറിയ ടീ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഉണ്ടോ, ഓരോ വെറൈറ്റി ഫുഡുകളൊക്കെയാണ് ഈ ഭാഗത്തായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആക്റ്റീവ് ആവുക നൈറ്റ് തന്നെ ആയിരിക്കും. ഇതുണ്ടോ, ഇവിടെ ഓരോ വെറൈറ്റി ഐറ്റംസ്. സെൻട്രൽ മാർക്കറ്റിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട എൻട്രൻസ് കുറച്ച് നടന്നാൽ കാണാനായി സാധിക്കും. എന്തായാലും ഞങ്ങൾ റൂം എടുത്ത ഭാഗം നല്ലൊരു സ്ഥലത്ത് തന്നെയാണ്. കാരണം എല്ലായിടത്തും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് റൂമുള്ളത്. ഗ്ലാസും വാച്ചസൊക്കെയാണ് ഈ ഭാഗത്ത്. നേരത്തെ ഇവിടെ മഴ പെയ്തോന്ന് പോലും ഇപ്പം അറിയാൻ പറ്റില്ല. കാരണം ഇത്രയും നല്ലൊരു അന്തരീക്ഷമായി. ഇപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയ വണ്ടിയിലൊക്കെയാണ് ചെറിയൊരു തട്ടുകട. ആപ്പിൾ ജ്യൂസ്, അങ്ങനെ ഓരോരോ ജ്യൂസുകളൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെയൊക്കെ മണി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഷോപ്പുകളും ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളാണ്. രംഗതിലൂടെ മെട്രോ പോകുന്നത് കാണാം. സെൻട്രൽ മാർക്കറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട എൻട്രൻസ് ഇതാ ഇതിലൂടെയാണ്. നമ്മളിപ്പോൾ നടന്നു വന്ന ആ ഒരു മാർക്കറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളില്ലേ, അതിൻ്റെ ഒരു കാഴ്ച ഇതാ ഇങ്ങനെയാണ്. നല്ല രീതിയിൽ തന്നെയാണ് ഇത് പണി കഴിപ്പിച്ചത്. ഇനി മാർക്കറ്റിലേക്ക് ഇതിലൂടെ കയറാം. ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ കാണാം. ഇവിടെ സെൻട്രൽ മാർക്കറ്റ് കോലാലംപൂർ എന്നുള്ളൊരു പോയിന്റൊക്കെ കാണാം. അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ ആണിത്. സെൻട്രൽ മാർക്കറ്റ് 1888 ഓപ്പൺ ആയത്. ഇനി നേരെ ഇതിൻ്റെ അകത്തേക്ക് കയറാം. നമ്മളൊരു മാളിൻ്റെ അകത്ത് കയറിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെയാണ്. മെയ്ഡ് ഇൻ മലേഷ്യ മാർക്കറ്റ് ഹാൾ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ടച്ച് തന്നെയാണ് എല്ലാ ഭാഗത്തും. നടന്നു പോകാനായാലും നല്ല അടിപൊളിയാണ്. പിന്നെ എല്ലാ ഈ ഭാഗത്തേക്ക് ഒരുപാട് കടകളൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫുഡ് കോർട്ടുകളൊക്കെ മുകളിലാകാം. പിന്നെ മലേഷ്യയിലിപ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്, നമ്മളെപ്പോലുള്ളവർ. ഇന്ത്യക്കാരും ഉണ്ട്, മറ്റു രാജ്യക്കാരും ഉണ്ട്. ഞങ്ങൾ മലേഷ്യയിലേക്ക് വന്ന ഫ്ലൈറ്റിൽ കൂടുതലും മലയാളീസാണ് ഉണ്ടായത്. ഇവിടെ ചെറിയൊരു കഫേയൊക്കെ ഉണ്ട്. സെൻട്രൽ മാർക്കറ്റിൻ്റെ ഭാഗത്തുനിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. ഈ കോലാലംപൂർ നഗരത്തിൽ ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അത് ഏതൊക്കെയാണ് നവി? 3 പ്രധാനപ്പെട്ട കെട്ടിടങ്ങളാണുള്ളത്. ഒന്നാമത്തേത് KL ടവർ. നമുക്ക് ആ ഒരു ടവറിന്റെ മുകളിലോട്ടൊക്കെ കയറാനൊക്കെ സാധിക്കും. ഇന്ത്യൻ മണി ഏകദേശം 1200 മുതൽ 1500 വരെയൊക്കെയാണ് ആവുക.
ഓൺലൈൻ വഴിയൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു കോലാലംപൂർ നഗരത്തിൻ്റെ മനോഹരമായ ദൃശ്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അടുത്ത ഒരു കെട്ടിടം പറയാം. അതിൻ്റെ പേര് വരുന്നത് പെട്രോണാസ് ടവർ എന്നാണ്. നമ്മളുണ്ടല്ലോ ഇൻ്റർനെറ്റിൽ കോലാലംപൂരിൻ്റെ അല്ലെങ്കിൽ മലേഷ്യൻ്റെ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മുടെ ഫീൽഡിലേക്ക് വരിക ആ ഒരു കെട്ടിടത്തിൻ്റെ ചിത്രമായിരിക്കും. അതായത് 2 കെട്ടിടങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കെട്ടിടം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ പറയുന്ന പേര് ട്വിൻ ടവർ എന്നാണ്. അപ്പോൾ അതും ഒരു മനോഹരമായ കെട്ടിടം കൂടിയാണ്. കാരണം വെച്ചാൽ ഉയരത്തിൻ്റെ കാര്യമാണ്. ഏകദേശം 88 നിലകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കെട്ടിടം കൂടിയാണ് അത്. ഇനി മൂന്നാമത്തെ കെട്ടിടം പറയാം. അതിൻ്റെ പേര് വരുന്നത് മെർദേക്ക 118 എന്നാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കെട്ടിടം വരുന്നത് ദുബായിലെ ബുർജ് ഖലീഫയാണ്. എന്നാൽ രണ്ടാമത്തെ കെട്ടിടം ഏതാണെന്ന് അറിയോ? അതാണിത്. എൻ്റെ തൊട്ട് പിറകെ കാണുന്നത് അത് തന്നെയാണ് മെർദേക്ക 118. രണ്ട് മെട്രോകൾ ഒരേ സമയം. ഈ 2 മെട്രോകളും ഉണ്ടല്ലോ ഈ ഭാഗത്താണ് ഒരുമിച്ചെത്തുന്നത്. റോഡ് ക്രോസ് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ തന്നെ നല്ലൊരു വാൾപേപ്പർ ഉണ്ട്. ഇതാ അടിപൊളിയല്ലേ? ഇതുപോലെയുള്ള അടിപൊളി വഴികളൊക്കെ ഉണ്ട് നടക്കാൻ. പിന്നെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുടെ ഇതാ ലിസ്റ്റൊക്കെ എഴുതി കൊടുത്തിരിക്കുന്നത് കാണാം. നമ്മൾക്ക് ഇതിലൂടെയാണ് നടന്നു പോകാനുള്ളത്. ഈ കോലാലംപൂര് നഗരത്തിലെ ഓരോ വഴിയും അതായത് എന്ത് മനോഹരമായിട്ടാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നോക്കിയേ. ഇതിലൂടെ കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വലിയ കെട്ടിടത്തിൻ്റെ അവിടെ എത്താം. ഈ മലേഷ്യയിൽ കൂടുതലും ടൊയോട്ടയും ഹോണ്ടയാണ് കൂടുതലായിട്ടുള്ളത്. ടൊയോട്ടൻ്റെ ഒരു വണ്ടിയുണ്ട്, ഇവിടെ ഇതാ ഒരു ഹോണ്ടൻ്റെ വണ്ടിയുണ്ട്. പിന്നെ മറ്റു വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ടെസ്ല ഉണ്ട്, ഫോക്സ് വാഗൻ ഉണ്ട്, മാരുതി സുസുക്കി ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ വാഹനങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. അതായത് മഹീന്ദ്ര കണ്ടിട്ടില്ല, ടാറ്റ കണ്ടിട്ടില്ല. ഞങ്ങൾ കാണാത്തതാണോന്ന് അറിയില്ല കേട്ടോ. ഉച്ച മുതൽ ഇതുവരെ നടക്കുന്ന സമയത്ത് ഒരു വണ്ടിയെ പോലും കണ്ടില്ല. നടന്നു പോകുമ്പോൾ വീണ്ടും ഇതാ ഒരു ചെറിയൊരു മാർക്കറ്റ് എന്നൊക്കെ പറയാം. കൂടുതലും ബാഗുകളൊക്കെ തന്നെയാണ്. ഇവിടെ എല്ലായിടത്തും ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ഏരിയകൾ തന്നെയാണ് കേട്ടോ. കാരണം ടൂറിസ്റ്റുകൾ അത്രയും വരുന്ന ഏരിയ തന്നെയാണല്ലോ ഇത്. നമ്മളിപ്പോൾ വന്ന മാർക്കറ്റില്ലേ, അതാണ് പെറ്റാലിംഗ് സ്ട്രീറ്റ് മാർക്കറ്റ്. ഇനിയിപ്പോൾ അവിടുന്ന് നേരെ ഇതിലൂടെ പോകുന്ന ഭാഗത്ത് തന്നെയാണ് ഈ ഒരു വലിയൊരു കെട്ടിടം. നമ്മൾ ഒരുപാടായി ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ട് അവിടെ എത്തുന്നേ ഇല്ല. കാരണം അത് ദൂരത്തുനിന്ന് കാണുമ്പോൾ നമ്മളുടെ അത്ര അടുത്തായിട്ട് തോന്നിക്കും, പക്ഷെ അത് അടുത്തല്ല. അതാണ് വേറൊരു കാര്യം. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാം. അതിൻ്റെ ആ ഒരു ടേബിളൊക്കെ പുറത്താണ് ഇട്ടിട്ടുള്ളത്. പലതും ഇപ്പം തന്നെ അകത്തേക്ക് എടുത്ത് വെക്കുകയാണ്. മഴയാണല്ലോ. മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയി. അതാണ് ഇത്രയും നല്ല രീതിയിൽ ആക്റ്റീവായി ഉണ്ടായിരുന്ന ഒരു സ്ട്രീറ്റിനെ മൊത്തത്തിൽ മാറ്റിക്കളയും. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരുപാട് പ്ലേസുകൾ ഇവിടെ കോലാലംപൂർ സിറ്റിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇവിടെ ഈ ഒരു ചുമരിന് നല്ലൊരു പെയിൻറ്റിങ് ആണ്. ഒരുപാട് പേര് ഇതാ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണാം. പിന്നെ ഇതാ ഇവിടെയും ടേബിളൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കാനുള്ള ചെറിയ ഏരിയകളൊക്കെ കാണാം. ഇതിപ്പോൾ ഉള്ളത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ടി അടുത്താണ്. സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഭാഗം. മെർദേക്ക 118 ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ 2ാമത്തെ കെട്ടിടത്തിൻ്റെ തൊട്ട് മുന്നിൽ ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ കെട്ടിടത്തിനാകെ 118 നിലകളാണുള്ളത്. ശരിക്കും ഇവിടുന്ന് തന്നെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങ് അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അവിടെ വരെയാണ് മാക്സിമം പോകാൻ പറ്റുക. പക്ഷേ ഈ ഒരു ഫുട്പാത്തില്ലേ, ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ പിന്നെ ഇതാ ഇത്ര വ്യക്തതയോടെ കാണാം. കുറച്ചും കൂടെ അടുത്തെത്തിയാൽ പിന്നെ അതും പോലും കാണാനായി പറ്റില്ല. ലോകത്തിലത്തെ ഏറ്റവും ഉയരമേറിയ ബിൽഡിംഗ് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ദുബായിലത്തെ ബുർജ് ഖലീഫ.
അത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ഇതാണെന്ന് പറഞ്ഞല്ലോ 678.9 മീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ ഒരു ഉയരം വരുന്നത്. മനു പറഞ്ഞല്ലോ 118 നിലയാണ്. അതായത് ഈ ഒരു കെട്ടിടം തന്നെയാണ് മലേഷ്യയിലെത്തിയും ഏറ്റവും വലിയൊരു കെട്ടിടം. കനാലിന്റെ ഇവിടെ വന്നിട്ട് ഈ ഒരു കെട്ടിടത്തിന്റെ കാഴ്ച കാണാൻ തന്നെയാണ് മനോഹരമായിട്ടുള്ളത്. മെർദേക്ക 118. അതായത് ഈ കെട്ടിടത്തിന്റെ ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ KL ടവറിന്റെ കാഴ്ചയും നമുക്ക് കാണാനായി സാധിക്കും. ദേ അങ്ങ് അവിടെയാണ് KL ടവർ. ഇനി ഞങ്ങൾ നേരെ നടന്നു പോകുന്നു KL ടവറിന്റെ ഭാഗത്തേക്ക്. അവിടെ എത്തുമ്പോഴത്തേക്കും മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. അതേ ഉള്ള ആദ്യത്തെ ഒരു പ്രശ്നമായിട്ടുള്ളത്. മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ മുഴുവനും പോയി. ഇതുവഴിയാണ് ഞങ്ങളിപ്പോൾ വന്നത് KL ടവറിലേക്ക്. ഇനിയിപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 2 കിലോമീറ്ററിൻ്റെ അടുത്താണ് ദൂരം വരുന്നത്. എന്തായാലും KL ടവറിൻ്റെ കാഴ്ച നല്ലത് എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ വരെ പോകുന്നുള്ളൂ. ഈ നഗരത്തിലൂടെ ബസ്സുകളൊക്കെ പോകുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ. ചെറുതായി മഴ പെയ്തു തുടങ്ങിയാണ്. ഇവിടെ വണ്ടികൾ സിഗ്നലിലാണ്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയേ, ചെറിയ കടകളുമായിട്ട് അടിപൊളി തന്നെയാണ്. ആംബുലൻസ് ആണ് ഈ വരുന്നത്. KL ടവറിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഇവിടുന്ന് കാണാനായി സാധിക്കുന്നത്. ഇതിൻ്റെ ചുറ്റുപാടും നോക്കിയേ, ഒരുപാട് കെട്ടിടങ്ങൾ തന്നെയാണ്. ഇവിടെ ഗ്രാബ് എന്നൊക്കെ എഴുതിയത് കാണുന്നില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിവിടുന്ന് പൈസ കൊടുത്തെടുക്കാം. പിന്നെ ഇതിന് പോകാനുള്ള ഒരു വഴിയില്ലേ, ഇതാണ് യൂസ് ഗ്രാബ്. നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതെടുത്തിട്ട് പോകാം. അതായത് ഒരു ടാക്സി സർവീസ് അല്ലേ? ഗ്രാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഊബർ ഇല്ലേ, അതിനെ പറഞ്ഞ പേരാണ് മലേഷ്യയിലെത്തത്. ഞാനത് ഓൾറെഡി പ്ലേ സ്റ്റോറിൽ നിന്ന് നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തു. പക്ഷെ വേറെ കാര്യമുണ്ട്, ടാക്സി മാത്രല്ല അതിലെല്ലാം ഇൻക്ലൂഡ് ആണ്. അത് മാത്രമല്ല, അതിൽ വെച്ചാൽ നമ്മുടെ ഫുഡ് ഇല്ലേ അതുകൂടെ ഡെലിവറി ആയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു വണ്ടിയിൽ ഇപ്പൊ ഇവിടെ ഒരു സൈക്കിളിനെ പോലെ വണ്ടിയില്ല, അതും ഇൻക്ലൂഡ് ആണ്. അതായത് സ്വിഗ്ഗി സൊമാറ്റോ ഇല്ലേ നമ്മുടെ നാട്ടിലെ, അതുപോലെ തന്നെ ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്യുന്നത് ഈ ഗ്രാബും കൂടെയാണ്. ഇപ്പൊ എല്ലാം ഒറ്റ കൊടക്കയിൽ നിന്ന് നമ്മൾ പറയുമല്ലോ, അത് തന്നെയാണ്. ഉച്ച സമയത്ത് ഇതിലൂടെ നടന്നു പോകാൻ നല്ല സുഖമായിരിക്കും. കാരണം നല്ല തണലാണ്. ഇവിടെ മുഴുവനും വലിയ വലിയ മരങ്ങളാണ്. ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്താണ് ടവർ ഉള്ളത്. ഇത് ഇവിടുന്ന് കാണാം. ഞങ്ങളിവിടെ ഈ ഒരു റോഡിൻ്റെ ഭാഗത്തു നിന്നാണ് KL ടവറിൻ്റെ ഈ ഒരു കാഴ്ച കാണുന്നത്. ഇവിടെ ഇപ്പം നിലവിൽ ആ മുകൾ ഭാഗത്ത് എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നത് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ഇത്രയും വ്യക്തമായി കാണാനായി സാധിക്കുക. കുറച്ചും കൂടെ മുന്നിലോട്ട് പോവുകയാണെങ്കിൽ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഒന്നും ഇടാനുള്ള സമയമായിട്ടില്ല. ഇത് ഒരു മഴക്കാറിൻ്റെ ഇരുട്ടാണ്. പിന്നെ ഇവിടുന്ന് ഈ ഭാഗത്തേക്കും വലിയ വലിയ കെട്ടിടങ്ങൾ തന്നെയാണ് കാണാനായി സാധിക്കുക. ഈ ഒരു KL ടവറില്ലേ, അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ലോകത്തിലത്തെ ഏറ്റവും ഉയരമേറിയ 7ാമത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണ്. അതുപോലെ തന്നെ കോലാലംപൂരിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നെടുത്ത ഏറ്റവും ഉയരമേറിയ ഒരേ ഒരു ടവർ കൂടിയാണിത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ നഗരത്തിന്റെ പൂർണ്ണമായ ഒരു ദൃശ്യം, അതായത് 360 ഡിഗ്രി ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇത് ഓപ്പൺ ആയത് 1996 കൂടാതെ തന്നെ 421 മീറ്റർ ആണ് ഇതിന്റെ ഉയരം വരുന്നത്. തിരിച്ച് നടന്നു പോകുമ്പോൾ വീണ്ടും ഒരു കാഴ്ച കണ്ടു. ഇവിടെ ഹെല്ലോ റൈഡ് എന്നൊക്കെ എഴുതി കാണാം. ഇത് സൈക്കിളാണ്. അപ്പോൾ ഇതും ഇവിടുന്ന് പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് എടുത്തിട്ട് പോവാം. എന്തുകൊണ്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു സിറ്റിക്കകത്ത് തന്നെ. കാരണം നല്ല വഴികളല്ലേ, സുഖമായിട്ട് എടുത്തിട്ട് പോകാമല്ലോ. ഈ കോലാലംപൂരിൽ തന്നെ ഒരുപാട് കിടിലൻ ഫുഡ് സ്ട്രീറ്റുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പം തന്നെ നല്ല ഇടിയൊക്കെ വരികയാണ്. നല്ല തകർപ്പ മഴ 1 മണിക്കൂറിനുള്ളിൽ തന്നെ പെയ്യും. അതിനുള്ളിൽ തന്നെ ഞങ്ങളൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പം 6:40 സമയം. ഇവിടെ റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് പൂക്കളൊക്കെ വിൽക്കുന്നത് കാണാം. മാലകളൊക്കെ ആക്കിയിട്ടാണ് കൂടുതലും. ഇനി ഞങ്ങൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്. നേരെ അങ്ങോട്ട് പോവാണ്. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു റെസ്റ്റോറൻ്റ് ആണ്. എന്നാൽ ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഞങ്ങൾ ഇവിടെ നിന്ന് മസാല ദോശയാണ് കഴിക്കുന്നത്. മസാല ദോശ മാത്രമല്ല, ഒരു ഓംലെറ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ മസാല ദോശ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ഇവിടെ ചട്നി ഉണ്ട്, 2 ടൈപ്പ് ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്. കുറച്ച് ഇങ്ങോട്ട് ഒഴിക്കുക.
നവീനാണ് ചട്നിയൊക്കെ ഒഴിച്ച് തരുന്നത്. ഞങ്ങൾ കഴിച്ച റെസ്റ്റോറൻ്റ് ഇല്ലേ, അവിടെ നോൺ വെജും കൂടെ കിട്ടും. ഞങ്ങൾ ആദ്യം 2 ഇഡ്ഡലി കഴിച്ചു, അതിനുശേഷമാണ് മസാല ദോശ കഴിച്ചത്, പിന്നെ ഒരു ഓംലെറ്റും കൂടെ കഴിച്ചു. 18 റിങ്കറ്റാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 420 രൂപേൻ്റെ അടുത്ത് വരും. ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു ക്ഷേത്രം കാണാം. ഒരു തമിഴ് ശൈലിയിലുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. ശ്രീ മക മാരിയമ്മൻ കോവിൽ എന്ന് എഴുതിയത് കാണാം. അതും തമിഴിൽ തന്നെയാണ് അവിടെ എഴുതിയത്. ഇതുപോലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ ഒരു മലേഷ്യയിലുണ്ട്. നല്ല രസമല്ലേ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു കൊത്തുപണികളൊക്കെ കാണാനായി. ഇവിടെ ഇപ്പം നിലവിൽ മഴ പെയ്തു തുടങ്ങി. ഇനിയിപ്പം ഇത് നനഞ്ഞുകൊണ്ട് നമ്മുടെ റൂമിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഇനിയിപ്പോൾ കയറി നിൽക്കാൻ കഴിയില്ല. സമയം വെറുതെ പോവും. ക്ഷേത്രത്തിൻ്റെ ആ ഒരു മുൻഭാഗത്തെ കാഴ്ച ഇതാണ്. നമ്മൾ ആദ്യം കാണിച്ച സെൻട്രൽ മാർക്കറ്റിൻ്റെ ആ ഭാഗത്തെ ഒരു കാഴ്ചയാണിപ്പോൾ. നല്ല മഴ വന്നു, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ലൈറ്റ് കൂടെ ഇട്ടു. ശരി പറഞ്ഞാൽ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. മഴ പെട്ടെന്നാണ് കൂടിയത്. എന്തായാലും ഞങ്ങളധികം ബാധിച്ചില്ലെന്ന് പറയാം, കാരണം ഇനിയിപ്പം റൂമിൻ്റെ ഇവിടെ എത്തിയല്ലോ. അങ്ങനെ റൂമിൽ തിരിച്ചെത്തിയേ. ഞങ്ങൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇവിടുത്തെ പ്ലഗ് പോയിന്റ് ഒക്കെ ഇങ്ങനെ ചതുരത്തിലാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇതുപോലുള്ളൊരു കണക്ടർ കൊണ്ടുവരുവാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചാർജൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരും. ശ്രീലങ്കയിൽ നമ്മൾ പോയപ്പോൾ കൊണ്ടുപോയൊരു കണക്ടർ തന്നെയാണ് ഇത്. മലേഷ്യയിലെ ഒരു 90% റൂമുകളും AC തന്നെയാണ്. നോൺ AC മുറികൾ വളരെയധികം കുറവാണ്. ഈ ഒരു മുറിയില്ലേ, ഇത് ഞങ്ങൾ 4 ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തത്. ഒരു ദിവസത്തേക്ക് വന്ന വാടക 1300 രൂപയാണ്. മലേഷ്യൻ കറൻസി ഞങ്ങൾ കൈകാര്യം ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടുത്തെ കറൻസിയെ റിങ്കറ്റ് എന്നാണ് പറയാ. അത് ഓരോന്നായി പരിചയപ്പെടുകയാണെങ്കിൽ ഇത് 1 റിങ്കറ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 10 വരുന്നുണ്ട്, 20 റിങ്കറ്റ്, 50 റിങ്കറ്റ്, 50 കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതാ 100 റിങ്കറ്റ്. 100ന്റെ മേലെ ഇനിയിപ്പോൾ 200 വരുന്നുണ്ടോ 500 വരുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയത് 100 മാത്രമാണ്. പിന്നെ നമുക്ക് ഉണ്ടല്ലോ, സാധാരണ നമ്മുടെ ഇന്ത്യൻ രൂപയെ അപേക്ഷിച്ചിട്ടുണ്ടല്ലോ ഇത് കുറച്ച് നല്ല കട്ടിയുണ്ട്. അതായത് ഇപ്പോൾ കുറച്ച് മഴയാണ് ഉണ്ടായത്. മഴ നനഞ്ഞ സമയത്ത് പോലും എനിക്ക് ബാലൻസ് ആ ഹോട്ടലിൽ നിന്ന് കിട്ടിയിട്ട് എൻ്റെ കയ്യിൽ തന്നെ എൻ്റെ വേണ്ട ഇവിടെ വെച്ചിട്ട് ഉണ്ടായത്. പെട്ടെന്ന് നനഞ്ഞു പോകുന്നില്ല. ആ ഒരു കറൻസിൻ്റെ ആ ഒരു നോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു വാല്യൂ നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് ഒരു കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ 1 റിങ്കറ്റ് ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപ ഒരു 23-24 അടുത്താണ് വരിക. അത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവുമല്ലോ, സ്വാഭാവികമാണ്. പിന്നെ അതുപോലെ തന്നെ 10 റിങ്കറ്റ് വരുമ്പോൾ ഈ പറയുമ്പോൾ 230-240 ഇടയ്ക്ക് വരും. പിന്നെ അങ്ങനെ ഇരട്ടി നമുക്ക് കൈകാര്യം ചെയ്യാം. ഇപ്പം ഈ ഒരു 20 റിങ്കറ്റില്ലേ, ഇപ്പം ഇവിടുന്ന് എടുത്ത ഈ ഒരു 20 റിങ്കറ്റാണ് അവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കൊടുത്തത്. അതായത് 18 ആയിട്ടുള്ളൂ. ഏകദേശം ഒരു 400 ചില്ലറ രൂപ എങ്ങാണ്ടായി. അപ്പം നമ്മൾ പെട്ടെന്ന് ഈ ഒരു പൈസ കൈമാറ്റം ചെയ്യുമ്പോൾ ആ ഒരു വാല്യൂ തമ്മിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വന്നേക്കാം. അത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ഇതെങ്ങനെ എടുത്തു എന്ന് കൂട്ടിക്കാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ്. കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. നല്ല പൈസ നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നല്ല. ഇനി വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ശേഷം ഞങ്ങൾ കോലാലംപൂരിൽ ഇറങ്ങിയ ശേഷം ഞങ്ങൾക്ക് ഉണ്ടല്ലോ ക്രെഡിറ്റ് കാർഡൊന്നുമില്ല. ആകെ ഉള്ളത് 2 ഡെബിറ്റ് കാർഡാണ്. ഇത് ഇന്റർനാഷണൽ തന്നെയാണ്. ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ATM നിന്ന് പൈസ വിഡ്രോ ചെയ്തത്. അപ്പോൾ വലിയ പൈസ ഒന്നും എക്സ്ചേഞ്ചിന് അത്ര ഒന്നും നഷ്ടപ്പെട്ടില്ല. എങ്കിൽ കൂടി അതിന് പകുതി ഞങ്ങൾക്ക് അവിടുന്ന് നഷ്ടം വന്നു. അത് പിന്നെ എന്തായാലും സർവീസ് ചാർജായിട്ട് അവർ ഈടാക്കും. പിന്നെ ഞങ്ങൾ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഈ കോലാലംപൂർ സെൻട്രൽ ഭാഗത്തേക്ക് ബസ്സിനാണ് വന്നത്. അത് ഞങ്ങൾ കാർഡ് ഉപയോഗിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ അതിൽ ചെറിയൊരു എമൗണ്ട് അതിൽ നിന്നും സർവീസ് ചാർജായിട്ട് ഈടാക്കുന്നുണ്ട്. അത് പിന്നെ നമുക്കതിൻ്റെ എന്ന് പറയുന്ന നഷ്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മുടെ അവിടെ നിന്ന് പൈസേൻ്റെ അവിടെ നിന്ന് എന്തെങ്കിലും റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മൂല്യമുള്ള ഒരു കറൻസി കൂടിയാണ്. നല്ല രീതിയിൽ ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ദിവസങ്ങൾ ഈ പറഞ്ഞ മലേഷ്യയിലും കോലാലംപൂരും എന്താ പറയുക ചെലവഴിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു നോക്കുവാണെങ്കിൽ പൈസ ചിലവാകും. ഇവിടുത്തെ വെള്ളത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ മാക്സിമം കിട്ടുന്ന ഒരു ലിറ്റർ പറഞ്ഞാൽ 2.7 ലിറ്റർ ആണ്. ഒട്ടുമിക്ക കടകളിലും ഇങ്ങനെ തന്നെയാണ്. 2 ലിറ്ററിന്റെ കുപ്പിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുറത്ത് നല്ല മഴയാണ്. നമ്മുടെ ഈ ഒരു വീഡിയോയിലെ മെയിൻ ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പെട്രോണസ് ടവറാണ്. ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു സാഹചര്യത്തിൽ പോകാൻ വേണ്ടി പറ്റുന്നില്ല. എന്തായാലും ഇതിന്റെ ഒരു കാഴ്ച ബാക്കി നാളെ നമുക്ക് പോയി കാണാം. അടുത്ത ദിവസമായേ. ഇപ്പൊ വൈകുന്നേരം 5:30 കറക്റ്റായി. ഇനി ഇവിടെ ഒരു സ്ഥലത്ത് കൂടെ പോകാനുണ്ട്, പെട്രോണാസ് ട്വിൻ ടവർ. അതിന്റെ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ 13 സ്റ്റേറ്റുകളും 3
ഫെഡറൽ ടെറിട്ടറി കൂടി ഉണ്ട്. അതിൽ കോലാലംപൂർ ഫെഡറൽ ടെറിട്ടറിയിലാണ് ഇതൊക്കെ വരുന്നത്. കൂടാതെ തന്നെ ഈ രാജ്യത്തെ, അതായത് ഈ ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട ഭാഷ ഏതാണെന്ന് പറഞ്ഞാൽ മലായി ആണ്. പിന്നെ തമിഴുണ്ട്, ചൈനീസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് മെട്രോ കയറിയിട്ടാണ്. ഇതുവഴിയാണ് മെട്രോ പോവുക. അങ്ങ് അവിടെയാണ് മെട്രോ സ്റ്റേഷൻ. ഇത് ഒരു മെട്രോ, ഇതാ ഒരു മെട്രോ വരുന്നത് കാണാം. റാപ്പിഡ് KL. ഇനിയിപ്പോൾ അടുത്ത മെട്രോ എത്തുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നടന്നെത്താം. ഇത് ഇവിടുന്ന് ഒരു 150 മീറ്ററേ ഉള്ളൂ പോകാൻ. മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന ഈ വഴിക്ക് തന്നെ ഒരുപാട് ഇതുപോലുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഈ മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡും. അതായത് താഴെയാണ് ബസ് സ്റ്റാൻഡ്, മുകളിൽ മെട്രോ സ്റ്റേഷൻ. മെട്രോ സ്റ്റേഷനിലേക്ക് ഇതുവഴിയാണ് പോകാനുള്ളത്. പസർ സിനി എന്നാണ് ഈ ഒരു മെട്രോ സ്റ്റേഷൻ്റെ പേര്. പിന്നെ ഇതുവഴി തന്നെ ഒരു ചെറിയ കനാലൊക്കെ പോകുന്നത് കാണാം. അതങ്ങ് ഒഴുകി അങ്ങ് പോവും. ഇതാ ഇതിലൂടെയാണ് മലേഷ്യൻ ഫ്ലാഗ്. അതാ അങ്ങ് അവിടെ. സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ മെട്രോ സ്റ്റേഷനിലേക്ക് കയറാം. ഇതിലൂടെയാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകാനുള്ളത്. ഇവിടെ 2 രീതിയിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഒന്ന് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് മെഷീൻ ഉണ്ട്. ആ മെഷീൻ വഴി ടിക്കറ്റ് എടുക്കാം. മെഷീൻ വഴി ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ പിന്നെ അധികം എക്സ്ട്രാ ചാർജ് ഒന്നും ആവില്ല അല്ലേ? ഇല്ല. അതുപോലെ തന്നെ കൗണ്ടർ ആണെങ്കിൽ നമ്മൾ കാർഡ് വെച്ചിട്ട്, ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് എടുക്കുക. അപ്പോൾ ചെറിയൊരു പൈസ എന്തായാലും ഈടാക്കുന്നുണ്ട്. എന്തായാലും ഒരു സർവീസ് ചാർജ് പോകും, അത് നമുക്ക് ലാഭിക്കാമല്ലോ. ഇവിടെ ഈ ഭാഗത്തായിട്ട് കൗണ്ടറുകൾ ഉണ്ടാവും. ഞങ്ങൾ ഇവിടുന്ന് മെട്രോ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 2 റിങ്കറ്റ് ആണ് ആയത്. KLCC എന്ന മെട്രോ സ്റ്റേഷനിലേക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. മെട്രോ സ്റ്റേഷന്റെ മുകളിൽ നിന്ന് കാണുന്നൊരു കാഴ്ച നോക്കിയേ. ഇവിടെ വലിയ വലിയ സ്കൈലൈനുകളൊക്കെ കാണാം. പിന്നെ ആ വലിയൊരു കെട്ടിടം ഇതാ ഇവിടെ. എല്ലാ ദിവസവും ഇപ്പം വൈകുന്നേരം തന്നെയാണ് മഴ. നല്ല മഴയാണ് ഇപ്പോൾ ഇവിടെ. പെട്ടെന്നാണ് ഇവിടുത്തെ കാലാവസ്ഥ മുഴുവനായിട്ട് മാറുന്നത്. നമ്മുടെ മെട്രോ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വണ്ടി വരുന്നുണ്ട്, കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കാം. ഗൊംബാക്ക് എന്ന ഭാഗത്തേക്കുള്ള മെട്രോയിലാണ് കയറേണ്ടത്. നല്ല മഴയത്ത് തന്നെയാണ് മെട്രോ വരുന്നത്. റാപ്പിഡ് KL. ഈ ഭിന്നശേഷിക്കാർക്കും അതുപോലെ തന്നെ വീൽചെയറൊക്കെ എടുത്ത് പോകുന്ന ആൾക്കാരില്ലേ, അവർക്ക് നല്ല രീതിയിലുള്ള പരിഗണന തന്നെയാണ് ഈ ഒരു ട്രെയിനുകളിൽ കൊടുക്കുന്നത്. മഴ മെട്രോയിൽ യാത്ര ചെയ്ത് അങ്ങനെ KLCC മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയേ. മെട്രോ സ്റ്റേഷൻ്റെ അകത്തെ കുറച്ച് ഷോപ്പുകളൊക്കെയാണിത്. ഇനിയിപ്പോൾ ഇവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ് നമ്മുടെ കാണാനുള്ള ട്വിൻ ടവർ ഉള്ളത്. ഇതൊരു മെട്രോ സ്റ്റേഷനാണോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളാണോ? അത് ഇവിടുത്തെ ഒട്ടുമിക്ക കടകളും ഏകദേശം ഇങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. ഇതന്നെ പുറത്തേക്കുള്ള ഒരു വഴി. നിലവിലിപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. 6 മണിയായിപ്പോൾ. മഴ കുറയുന്നൊരു ലക്ഷണമേ കാണുന്നില്ല. നമ്മുടെ ട്വിൻ ടവറൊക്കെ ഈ ഒരു സൈഡിലല്ല, ഇവിടെ വേറെ 2 വലിയ കെട്ടിടങ്ങൾ കാണാം. നമ്മൾ ഇത്ര നേരം ഉണ്ടായിരുന്ന ആ മാളില്ലേ, അതിൻ്റെ പേരാണ് സൂര്യ KLCC. അതായത് ആ മെട്രോ സ്റ്റേഷൻ്റെ ആ ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട മാള്. ഇനിയിപ്പം മഴയൊക്കെ കുറഞ്ഞു, ഈ ഭാഗത്തെ കാഴ്ച കാണാം. മെയിനായിട്ട് നമുക്ക് ട്വിൻ ടവറിൻ്റെ കാഴ്ചയാണ് കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരുപാട് മറ്റ് വലിയ കെട്ടിടങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതൊരു 1.5 സ്ഥലം തന്നെയാണ് ഇത്. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും സ്കൈലൈനുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല ബ്ലോക്കാണ്. വൈകുന്നേരം ആയല്ലോ, നമുക്കെന്തായാലും ഇതിലൂടെ നടക്കാം. ഇനി നല്ല വഴുക്കലുണ്ടാവും, കാരണം മഴയും കൂടെ പെയ്ത് പോയല്ലോ. ഈ മുന്നിൽ കാണുന്ന ഭാഗത്ത് ഒരു പാർക്കാണ്. ഇത് 50 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പാർക്കാണ്. KLCC എന്നാണ് ഇതിൻ്റെ പേര്. അവിടത്തേക്കൊക്കെ പോവാം. പിന്നെ ഇതാ ഇവിടെയൊക്കെ നല്ല നല്ല അടിപൊളി പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോൾ. പിന്നെ ഈ ഭാഗത്ത് ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാം. നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഇതാ ട്വിൻ ടവർ ഇതാ നമ്മുടെ തൊട്ടു മുന്നിൽ. ഇപ്പോൾ 6:22
ഇവിടെ ഇതാ ഈ വലിയ ഒരു കെട്ടിടം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു ഭാഗം ഇതല്ല. ഇപ്പൊ ഇവിടുന്ന് ഇത്രയല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. അതിന്റെ ഏറ്റവും മുകളിലത്തെ ഒരിതാ, ഇതാണ് ഏറ്റവും ടോപ്പ്. ശരിക്കും മലേഷ്യ എന്ന് പറയുമ്പം ഈ ഒരു കെട്ടിടത്തിന്റെ ചിത്രമാണ് എല്ലാത്തിലും വരിക. സൂര്യ ആ ഒരു KLCC ഇല്ലേ, അതിതാ ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒന്നുകൂടിയാണ് ഈ ഒരു സൂര്യ KLCC. അതിൻ്റെ അകത്തെ കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നത്. അത്രയും കാണാനുള്ള കാഴ്ച ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. എല്ലാവരും ഇവിടുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കാണ്. എങ്ങാനും വഴി ഇതിലേക്ക് വീണാൽ മൊത്തം നനയും. ഇതാണ് കറക്റ്റ് ഒരു പൊസിഷൻ. ഈ ഒരു ടിൻ ടവറിന്റെ കുറച്ച് പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ 1998 മുതൽ 2004 വരെ ലോകത്തിലത്തെ ഏറ്റവും ഉയരമേറിയ കെട്ടിടം ഇതാണ് ഉണ്ടായത്. പിന്നീട് ബുർജ് ഖലീഫ വന്നപ്പോൾ ആ റെക്കോർഡ് നേരെ അങ്ങോട്ടേക്ക് പോയി. ടോട്ടൽ ഇതിന് 88 നിലകളാണുള്ളത്. അതിൽ 5 എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അടിയിലാണ്, അതായത് അണ്ടർഗ്രൗണ്ട് ആയിട്ടാണുള്ളത്. പിന്നെ 451.9 മീറ്ററാണ് ഇതിന്റെ ടോട്ടൽ ഉയരം വരുന്നത്. ട്വിൻ ടവർ എന്ന് പേര് വരാൻ കാരണം ഈ രണ്ട് കെട്ടിടങ്ങളില്ലേ, അതായത് ഈ ഒരു കെട്ടിടം ഈ ഒരു കെട്ടിടം, അതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗം കണ്ടില്ലേ, അവിടെ ചെറിയൊരു പാലം, അതായത് ഈ കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് പോകാനുള്ള ഒരു സൗകര്യമാണത്. ശരിക്കും മലേഷ്യയിൽ വന്നാൽ എല്ലാവരും ആദ്യം തന്നെ വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നൊരു സ്ഥലം തന്നെയാണിത്. ഈ പാർക്കിലേക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ കുറച്ചും കൂടെ വ്യക്തതയോടെ കാണാം. ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഇവിടെ ഒരു പാലമുണ്ട്, അവിടെ കയറണം. നിലവിലിപ്പോൾ ഇന്ത്യക്കാർക്ക് മലേഷ്യയിലേക്ക് വരുമ്പോൾ വിസ വേണ്ട, ഫ്രീ ആണ്. പക്ഷെ വരുന്നതിന്റെ 2 ദിവസം മുന്നേ ഡിജിറ്റൽ അറൈവൽ കാർഡ് എടുക്കണം. ഇവിടെ ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഹോട്ടൽ ബുക്കിങ്ങും അതുപോലെ തന്നെ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റും കാണിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് സീലടിച്ച് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇനിയിപ്പോൾ പൈസയൊക്കെ മാറണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ഉണ്ടായാൽ മതി. ഒരുപാട് ബാങ്കിന്റെ ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളുടേത് ഫെഡറൽ ബാങ്കിന്റെ കാർഡാണ്. ATM വഴി ഞങ്ങൾ പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് എയർപോർട്ടിൽ നിന്ന്. നല്ലൊരു ചാർജ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ എത്തി ഹോട്ടലിൻ്റെ ഇവിടുന്ന് ഞങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. നല്ല ചാർജസ് ഒക്കെ തന്നെയാണ് ഇവിടുന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. ഈ ചാർജൊന്നും ഇല്ലാത്ത ഒരുപാട് ഫോറസ്റ്റ് കാർഡുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടെ കൊണ്ടുവരിക. വലിയ ചാർജസ് ഒന്നും അതിന് പോവില്ല. ഞങ്ങളിനിയിപ്പം അപ്കമിങ് ഇനിയിപ്പോൾ ഒരുപാട് രാജ്യത്തേക്ക് പോകുമ്പം ഫോറസ്റ്റ് കാർഡ് എന്തായാലും എടുക്കും. കാരണം നല്ല ചാർജസ് ഒക്കെ തന്നെയാണ് പോകുന്നത്. ഇപ്പൊ 6:44 ഇനിയിപ്പോ ഇവിടെ ഇരുട്ടും വരികയാണ്. അതുപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ ആയല്ലോ, അതുകൊണ്ട് നമുക്കൊരു ഫോട്ടോ പോലും മര്യാദക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇനി ഈ ഒരു ടവറിന്റെ, അതായത് ഈ ഒരു ടിൻ ടവറിന്റെ ഒരു ഉച്ച സമയത്തുള്ള കാഴ്ച നിങ്ങൾ ആദ്യം ഒന്ന് പോയി കണ്ടിട്ട് വാ. അടുത്ത ദിവസമായി ഇപ്പൊ ഉച്ചയ്ക്ക് 2 മണിയായേ. KLCCയുടെ ഭാഗത്തെ കാഴ്ച ഇപ്പൊ ഇങ്ങനെയാണ്. ഇപ്പോഴാണ് നല്ല തെളിച്ചത്തിൽ വ്യക്തതയോടെ ട്വിൻ ടവറിന്റെ കാഴ്ചയൊക്കെ കാണാനായി സാധിക്കുന്നത്. ഇനിയിപ്പോ ഇവിടുത്തെ കാഴ്ചകളിൽ നിന്ന് നേരെ ഇതിന്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോവാം. അവിടെ നിന്നുള്ളൊരു വ്യൂയും കൂടി എങ്ങനെയാണെന്ന് നോക്കണ്ടേ. ഗോൾഡൻ ട്രയാങ്കിൾ എന്നാണ് ഈ ഒരു ഭാഗത്തിന്റെ പേര്. അതായത് ഒരുപാട് റോഡുകൾ കൂടിച്ചേരുന്ന ഭാഗമാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ട്വിൻ ടവറിന്റെ നല്ല ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായി സാധിക്കുക. അതായത് ഈ സമയത്ത് ഇവിടെ വരണം. അതിന്റെ ആ ഒരു താഴത്തേത അവിടെ നിന്നും ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണാം. ഇതിന്റെ ഭാഗത്ത് തന്നെ മറ്റ് വലിയ വലിയ കെട്ടിടങ്ങളും കാണാം. ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. ഉച്ച സമയത്തെ മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾ കണ്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോക്ക് വേണ്ടി 3 ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ എടുത്തത്. അതിനിടയിൽ മറ്റ് വീഡിയോകളും എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ കുറച്ച് നല്ല വിഷ്വൽസ് വൈകുന്നേരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ വന്നത്. ഇപ്പൊ കിട്ടൂല, ഇനിയിപ്പോ ഉച്ചക്ക് തന്നെയാണല്ലോ കിട്ടിയത്. ഇപ്പൊ സമയം 6:52. ഇപ്പൊ എന്താ പറയാ, ഈ ഒരു കോലാലംപൂരിലത്തെ ആദ്യത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ കോലാലംപൂരിന്റെ ഒരുപാട് മനോഹരമായ ഭാഗങ്ങളിലേക്കാണ് അടുത്ത ദിവസങ്ങളിൽ പോകുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ.